ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയ ഒരു അവിയലാണിത്. സാധാരണ നമ്മൾ അവിയൽ തയ്യാറാക്കാറുണ്ടല്ലോ വീട്ടിൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വ്യത്യസ്ത ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു സദ്യ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. സാധാരണ കല്യാണ സദ്യയിലൊക്കെ വിളമ്പാറുള്ള ഒരു തരം അവിയലാണ്. ഇതിന് ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട, 2-3 ഐറ്റംസ് മാത്രം വെച്ച് വേറെ 1-2 ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു അവിയലാണ്. ഈ അവിയലുണ്ടല്ലോ, നമുക്ക് ഇത് മാത്രം ഇങ്ങനെ കോരി തിന്നാനായിട്ട് തോന്നും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ. അപ്പം ഈ വർഷത്തെ ഓണത്തിന് എല്ലാവരും അവിയൽ ഇങ്ങനെയൊന്ന് മാറ്റി പിടിച്ച് നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ഏത്തക്കായ, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങയ്ക്കായ, കുറച്ച് മത്തങ്ങ, കുറച്ച് ചേന, കുറച്ച് ചേമ്പ് കേട്ടോ, ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മുരിങ്ങയ്ക്ക നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അത്രയും മതി, അത്രയും മാത്രം ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക്, 3-4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ചെറിയ ഉള്ളി മസ്റ്റായിട്ട് എടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക മണം വരുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ടിത് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തൈര്, ഒരുപാട് പുളിയുള്ള തൈരല്ല, അല്പം പുളി കുറഞ്ഞ തൈര്, ഒരു 1/2 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കാഷ്യൂനട്ട് ചേർത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ലേശം വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മുരിങ്ങയ്ക്കായൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇത്രയും മതി. നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് വേവിക്കാം. ഒന്ന് അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.